സൃഷ്ടി ഡാൻസ് സ്കൂൾ അല്ലേ? എത്ര കൊല്ലായിട്ട് പഠിക്കണ്ട്? ഞാൻ 4 വർഷമായി. ഞാനും 4 വർഷം. 5 വർഷം. എത്ര വർഷമായി? ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയൂ. 4. എന്നാലും 4ആയോ? ഒന്നുകൂടെ കുറയ്ക്കേ. 4. ഒരെണ്ണം കൂടെ കുറയ്ക്കും, കുഴപ്പമില്ല. സത്യം. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യോ? നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഹായ് ദേവിദിയ. ഹായ്. 4 കൊല്ലായില്ലേ ട്രെയിനിങ്? ഓക്കെ. ഐ തോട്ട് യുവർ സെന്റർ ആക്ട് വാസ് വെരി വെരി ഗുഡ് മോളു. നല്ല പെർഫോമൻസ്, എസ്പെഷ്യലി ഓപ്പണിംഗ്, പിന്നെ ഏരിയൽ ആക്ട് ഭയങ്കര കോൺഫിഡന്റ് ആയി പെർഫോം ചെയ്തു. പ്ലസ് ലോട്ട് ഓഫ് മൊബിലിറ്റി ഇൻ യുവർ ഹോൾ ബോഡി. വൺ മൂവ്മെന്റ് ടു ദി അതർ മൂവ്മെന്റ്, ബ്യൂട്ടിഫുൾ ട്രാൻസിഷൻസ് ആയിരുന്നു. താങ്ക് യു. വെരി നൈസ്, വെരി വെരി ഗുഡ്. സൂപ്പർ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരുന്നു മോളു. താങ്ക് യു മാം. വെരി നൈസ്. ഉണ്ണിക്കുട്ടന്റെ താഴെ സേഫ്റ്റി മെഷർ ഉണ്ടായിരുന്നു. നിനക്ക് എന്തോട്ടാ ഈ സേഫ്റ്റി മെഷർ ഒന്നും വേണ്ട നിനക്ക്? നീ വേണ്ടെന്ന് പറഞ്ഞോ? ആദ്യമൊക്കെ വേണമെന്ന് പറഞ്ഞു, പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ ഡിസിഷൻ ആണല്ലേ സേഫ്റ്റി മെഷർ വേണോ വേണ്ടോന്ന്? അല്ല, നീ മോളില് കയറി എന്താ ഞങ്ങൾ ഈ സൈഡിൽ നോക്കി നീ പെർഫോം ചെയ്തത് എന്ന് ജഡ്ജസ് ഇംപ്രസ് ചെയ്യാനാണോ? അല്ല, പക്ഷെ നന്നായി ചെയ്തു ആലൻ. യു വർ ഗുഡ്, നൈസ്. ഭയങ്കര കോൺഫിഡന്റ് ആയി നീ പെർഫോം ചെയ്തു. നിന്റെ ലാൻഡിങ്, ടേക്ക് ഓഫ് ഒക്കെ ഭയങ്കര ഹീറോ പോലെ നീ യുനോ യു വെന്റ് അപ്പ് ആൻഡ് കെയിം ഡൗൺ. താഴെ വന്നതിന് ശേഷം നിന്റെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു, വെൽ ഐ ഹാവ് ഡൺ ഇറ്റ്. അങ്ങനെ കമ്മിങ് ടു യു, ഞാൻ കേട്ടു നിനക്ക് എന്നെ കണ്ടാൽ പേടിയാണെന്ന്. ഇല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ പറഞ്ഞു. എന്തിനാ പേടി? എനിക്ക് പേടിയൊന്നുമില്ല. കൊച്ചു കുട്ടികളും നുണ പറയുമ്പോ ശബ്ദം മാറും. അത് മാറിയല്ലോ, ഇല്ല, വോയിസ് ക്രാക്ക് ആയല്ലോ. ഓക്കെ, പൂർണിമ ചേച്ചി, ബാലേട്ട, ഞാൻ. ഇഷ്ടപ്പെട്ട ജഡ്ജ് ആരാണ് നിനക്ക്? 3 പേരും പറയാൻ പാടില്ല. എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് എല്ലാരും ഇഷ്ടം. മിടുക്കൻ. എനിക്ക് ഈ സെറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാരും ഇഷ്ടം. അയ്യടാ, സോ ക്യൂട്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ണിക്കുട്ടനെ ഭയങ്കര ഇഷ്ടം. വെരി ക്യൂട്ട്, നൈസ് പെർഫോമൻസ് ആയിരുന്നു മോന. വെരി വെരി ഗുഡ്. ആസ് എ പാക്കേജ് നൈസ്. താങ്ക് യു മാം. ഓക്കെ. സൃഷ്ടി ഗ്രൂപ്പ് എവിടെ? മാസ്റ്റർ എവിടെ? ശിവ മാസ്റ്റർ എവിടെ? ഒളിഞ്ഞിരിക്കുക. ശിവ മാസ്റ്റർ, എങ്ങനെയായിരുന്നു പെർഫോമൻസ്? കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. എനിക്ക് ഒരു കാര്യം മൈനസ് ആയിട്ട് തോന്നി. അത് മാസ്റ്റർ അടുത്ത് മാത്രം എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ഈ കോസ്റ്റ്യൂം വേണ്ടിട്ട് ഒരു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല അല്ലേ? അതിന്റെ ഡിഫക്റ്റ് മനസ്സിലായോ അല്ലേ? അവൻ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. അത് ഫ്ലാപ്പ് മുഖം കവർ ചെയ്യുമ്പോ മേളത്തെ ആക്ട് ഒന്നും കുട്ടിക്ക് താഴെ കാണില്ലല്ലോ, കാണാൻ പറ്റില്ല. അത് മാത്രമല്ല, ആ റോപ്പ് അവനക്ക് എടുത്ത് ഈ കാലില് ടൈ ചെയ്യുമ്പോഴും അതുകൊണ്ടാണ് ഇവർ രണ്ടുപേർക്കും സിങ്ക് ഔട്ട് ആയത്. ഇപ്പൊ ആക്ച്വലി ആക്ട് എന്താന്ന് വെച്ചാൽ നടുക്കിരിക്കുന്ന ദേവി ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് സിങ്ക്രണൈസ് ചെയ്ത് ഇവർ രണ്ടുപേരും ഒരേ സ്റ്റെപ്പാണ് അവർ ചെയ്യേണ്ടത്. ഇവർ അപ്സൈഡ് ഡൗൺ ആയപ്പോ ബ്ലൈൻഡ് ഫോൾഡ് ആയിപ്പോയി. അപ്പോ ആലൻ മുൻപോട്ട് പോയി, ഇവൻ പുറകിലോട്ട് പോയി സ്റ്റെപ്സ് എല്ലാം. അപ്പൊ ഇതൊരു ഉദാഹരണം കേട്ടോ. നമ്മുടെ എത്ര പ്രാക്ടീസ് ചെയ്താലും എന്ത് ചെയ്താലും നമ്മൾ ഒരു ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അത് നമ്മുടെ പെർഫോമൻസ് കംപ്ലീറ്റ്ലി പോകും അല്ലേ? അത് ശിവ മാസ്റ്ററുടെ തെറ്റായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ അവർക്കറിയില്ലല്ലോ, ചെറിയ കാര്യം, പക്ഷെ അത് എത്ര വലിയ എഫക്റ്റ് ആയി പോയി അല്ലേ? പിന്നെ വേറെന്ത് പറയാ, ഐ ഷുഡ് അപ്രീഷിയേറ്റ് സൃഷ്ടി ഗ്രൂപ്പ്. ഇത്രയും ചെറിയ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതിന് എന്റെ സൈഡിൽ നിന്ന് ഒരു അപ്ലോസ്. താങ്ക് യു സർ. Well, from my side, താങ്ക് യു മാം. താങ്ക് യു മാം. ശിബു, നമ്മള് ഉഗ്രമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ചെറിയ കാര്യത്തില് ഒരു ഉജ്ജ്വലം മിസ്സായി പോയി.